ഞാനൊരു ഷക്കീലെ കാണാൻ പറ്റിയ പരുവം തിരക്കേടപ്പെട്ട അമ്മ ഗില്ലുപൊടിയാണ് മോനെ ഷക്കീല വന്നാ ഷക്കീല വന്നോ? ഷക്കീല വന്നില്ല. ഭാഗ്യം ഇവന്മാരെങ്കിലും എഞ്ചിൻ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. കോരിത്തീട്ടവും പട്ടിത്തീട്ടവും മിക്സ് ചെയ്തത്, അതിൽ സോപ്പ് പൊടിയും പോച്ചയും. അണ്ണൻ പണ്ട് മേസ്തിരിയായിരുന്നെന്ന് തോന്നുന്നു. നൈസായിട്ട് മിക്സ് ചെയ്ത് സ്പ്രെഡ് ആക്കുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ ചിപ്സ് ഉണ്ടാക്കിയതിന്റെ നോർത്ത് ഇന്ത്യൻ ഭയങ്കര സീനാ. മരുവറും കുണ്ണാളാ, വൃത്തിയും പിടിപ്പൊന്നുമില്ല മരുന്നൊന്നും. മഞ്ഞത്തീത്ത മിക്സ് ഉണ്ട് കുറച്ച് ഇതിനകത്തോണ്ട്. ഇവരുടെ ആങ്കർ ഈ പുള്ളിയുടെ ഈ ശബ്ദം ഇങ്ങനെ കൊടുക്കുന്ന ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. കുറെ വീഡിയോ ഉണ്ട്, രസമാണ്. എടാ മിയ ഖലീഫ അല്ലടത്. മിയ ഖലീഫ ഭയങ്കര കളികാരിയാണ് പുള്ളിക്കാരി. ഫുട്ബോൾ മിയ ഖലീ സ്മാർട്ട് സൂര്യ. മന്മഥനല്ല, കുണ്ണവൻ. എന്നാ പണ്ണിയ മുടിയാണോ ഇത് നായകര്. കവരാതിമോന്റെ മുടി കണ്ടോ, പണ്ണിയ മുടി. തള്ളവിളി സൈക്കിൾസിന് വട്ടം വെക്കാനാവുന്ന മനുഷ്യൻ കയറ്റി വെച്ചോടെ തള്ള വെട്ടി പുണ്ടാച്ചു പോണേ. ഭാരതി, അമൃതഭാരതി, അമരഭാരതി, സുരഭാരതി, പുണ്ടച്ചു വിളിക്കുന്ന എന്റെ പൊന്നോ. അമരവാണി, അറുവാണത്തലയ്ക്ക് അറുപൂർണ്ണവരാതി പെറ്റു വളർത്തുന്ന പൊട്ടം മലയാടി മലവനെ. എന്റെ അമ്മച്ചിയുടെ വൈദ്യുതി ലൗകി ഊതി പൂറിമോനെ. എന്റെ ബ്രഹ്മതിരിക്കുന്ന ബ്രഹ്മാണ്ഡം കൊണ്ട് ഇടിച്ചിറങ്ങി പണ്ടുമ്പോൾ സംസ്കൃതത്തിൽ നിന്റെ തള്ളയുടെ ശൈത്യകാലി ചരടി കുതി പൊക്കി പൂറി പോലെ പണ്ഡിതന്മാർക്ക് പണ്ണാൻ കൊടുത്ത പൊന്നു പൊട്ടാ പോലെ. കള്ള പൊലിയാടി മോളൊക്കെ ഏതാണോ എന്തോ തെറിയാണോ വിളിക്കുന്നത്. അണ്ണാ കുറെ പേര് പറയുന്നുണ്ടല്ലോ ഇവിടെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നുണ്ടെന്ന്. അതൊക്കെ അസൂയാലുക്കൾ പറഞ്ഞു വരുത്തുന്ന മോനെ. ഞാനിവിടെ കനച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, അല്ലാതെ ഓയിലൊന്നും എഞ്ചിൻ ഓയിലൊന്നും അല്ല. എടാ എന്നെ രസമാണ് എനിക്ക് കണ്ടോണ്ടിരിക്കും. അവൻ ഇത് വോയിസ് ഓവർ കൊടുക്കില്ല, പക്ഷെ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക. നല്ല ആരാധന എല്ലാം ചെയ്തു. എന്നാ അവരാധമാണ് എന്റെ പൊന്നു. ഹലോ, മാന്നാർമത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. ഇതുപോലത്തെ ഓരോ കഴിവേറി മക്കളുണ്ട് ഓരോ സ്കൂളിലും. ഇതുപോലെ കറക്റ്റ് ഇതുപോലെ എന്നാന്ന് പറയും ഇപ്പൊ വരാനും പറഞ്ഞ് നിൽക്കും. പക്ഷെ കള്ള പുണ്ട മക്കള് അരമണിക്കൂർ കഴിഞ്ഞോളൂ വരത്തുള്ളൂ. ഈ സാറെന്ന് പറയുന്ന മൈരനില്ലേ, ഈ വാണം ഇതുപോലെ തന്നെയാ, വരത്തില്ല. ഞങ്ങളുടെ സ്കോഡിലുള്ള കള്ളപ്പൊലിയാടി വേണം. എത്ര വിളിച്ചാലും വരത്തില്ല. ഇപ്പൊ കേറുവാടാ കൊണയ്ക്കും, പക്ഷെ വരത്തില്ല. മൈരന്റെ എപ്പോഴത്തെ ഉള്ള സ്വഭാവമാണ്. കവി പലക്ക് താമേര എന്നെ കമന്റ് ആടാ. OnePlusന് വരെ ഉണ്ടാവില്ല ഇത്രയും വലിയ ഗ്രീൻ ലൈറ്റ്. എന്ത് വാണമാണ് ഇവനൊക്കെ. ഇക്കാലത്തുണ്ട് ഇങ്ങനെയുള്ള വാണകോളികള്. മയില് ഇതന്നെ ടോക്കിയോ കോട്ടെ.
സാധനങ്ങൾ അതൊക്കെ. 40 രൂപയ്ക്ക് 1-ാം സമ്മാനം കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിൽ. എന്നാ ബൈക്കാണ് ഇത്? എത്ര വീലാടാ അതിന്? 10 ലക്ഷം രൂപ 2-ാം സമ്മാനം കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിൽ. ഓരോ ലക്ഷം രൂപ വീതം 12 പരമ്പരകൾക്ക് 3-ാം സമ്മാനങ്ങൾ. 5000 രൂപ, 1000 രൂപ, 500 രൂപ, 100 രൂപയിൽ അവസാനിക്കുന്ന ഒട്ടേറെ സമ്മാനങ്ങളുമായി ഇന്ന് ഉച്ചകഴിഞ്ഞു. എന്നാ അവരാജ് ബൈക്കാണത്? എന്നാ പുതിയ വീടാണ്? നീ വിട്ടു, വെളിച്ചെണ്ണ ചിപ്സ്. ഇത് എനിക്കുള്ള പണിയാ. വെളിച്ചെണ്ണ ചിപ്സ് ചിപ്സ്. ഒരു ലവാ 2 ലവാ 5 ലവി. ഓ, ഈ കാട്ട് മുതുകുന്ന മൈരൻ ഈ പുണ്ടപ്പൻ പണ്ടത്തെ ഒരു സ്റ്റാറാ. പണ്ടത്തെ അവന് 50,000 കാമുകിമാരുണ്ടെന്ന് കൊണപ്പിക്കുന്നത്. ചിത്ര, അബി, ഭുവനേശ്വരി. എൻ്റെ അച്ഛൻ അണ്ടി കള്ളക്കുന്ന. മറുതാനി മറുതാനി അടിപൊളി ദീപാവലി ഹിബർന്ന് ഹാപ്പീസ്. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനി വരും. എന്താ? എന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. ഇവരുടെ ഇടയിലാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. അത് ശരിയാ കേട്ടോ. കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം വിഷയമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അതൊന്നും ഓർക്കാറില്ല. ലോകത്ത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളത് മറന്നു പോകും. എത്ര ഞങ്ങളുടെ ഇടയിൽ ഉളിമറകളില്ല. നമുക്ക് തോന്നുന്നത് പറയാം. എന്ത് വേണം പറയാം. നമ്മുടെ കൂട്ടുകാരനായിരിക്കും നമ്മളെ ഏറ്റവും നല്ലതായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മുടെ വീട്ടുകാരെക്കാളും. ഇതെന്ത് മയില്? ప్రేమ పుట్టకన కల్లలో దొంగ చూపేదో. എന്നെ അവരാധിച്ച് അഭിനയമാണോ അത്? എന്ത് മൈറ്റിൽ അഭിനയം അത്? മൈറ്റാങ്കര. ഇതൊക്കെ തമിഴം പുണ്ടമക്കളാ. പുണ്ടമക്കൾ ഓൺ തമിഴ്. కొంచెం నటనున్నది కొంచెం నిజమున్నది నీ సయ్యాట బాగున్నది నువ్వల వేస్తే കാരപ്പുണ്ടച്ചി. എന്തോ കുലുക്കോ ഇതൊക്കെ? കുലുങ്ങി എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ അത് കളഞ്ഞത് ആട്ടം ആടിക്കൊണ്ട് വന്നോ. അപ്പൊ കാഴ്ച കയറി. ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. വാർത്തയ്ക്ക് അണ്ടി. അവിടെ ഈ സംഭവം എനിക്ക് എപ്പോഴും പറ്റുന്നൊരു സാധനമാണ്. ഞങ്ങളുടെ സ്കോഡ് ഞാനാ വണ്ടി ഓടിക്കുന്നത് എപ്പോഴും. ഈ സംഭവം കറക്റ്റാ. കണ്ടോ? കറക്റ്റായിട്ട് നിർത്തി കറക്റ്റ് അടിക്കും. പക്ഷെ ഞങ്ങളുടെ സ്കോഡിൽ അടിക്കുന്ന ഒരുപ്പെട്ട എല്ലാ സ്കോഡിലും. ഇത് കറക്റ്റ് എൻ്റെ സ്വഭാവം. ഞാൻ ഇങ്ങനെ കൊണ്ട് കുത്തി കയറ്റി കഴച്ച്. നമ്മൾ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ഇങ്ങനെ കുത്തിക്കയറ്റാൻ പോകുന്നത്. പക്ഷെ അവരാതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ലോ ആൻഡ് ഡിവൈസ് ആയതുകൊണ്ട് നമ്മുടെ ഡിവൈസൊക്കെ വലിയ ഗുണമില്ലാത്തത് കൊണ്ട് നമ്മളായിരിക്കും ആദ്യം കുണച്ചുത്തി വീഴുന്നത്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കാണുകയും കളിക്കാൻ അറിയാൻ പറ്റാത്തൊരു പടുവാഴ. ആ പടുവാഴ അന്നത്തെ ദിവസം മൊത്തം അവന് അണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ പാരച്ചൂട്ടിൽ നിന്ന് താഴെ ഇറക്കാൻ അറിയത്തില്ല. ഒരണ്ടി അവൻ ചെയ്യത്തില്ല. പക്ഷെ ഞങ്ങളുടെ സ്കൂളിലുണ്ട് അങ്ങനെ ഒരാൾ, എൻ്റെ കസിനാണ്. ആ മയിലിന് ഇതുപോലെ തന്നെ നമ്മൾ വണ്ടി കൊണ്ട് അങ്ങോട്ട് ഇടിപ്പിച്ച ഉടനെ അവന് കഴപ്പാണ്.
കണ്ടോ ഈ അപരാധം എനിക്ക് എപ്പോഴും പറ്റില്ല. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ എപ്പോഴും എപ്പോൾ എവിടെ കൊണ്ട് സ്കോഡ് പുഷ് ചെയ്യാൻ വണ്ടി ഇങ്ങനെ ഇടിച്ച് കയറ്റിയാലും കട ചൂമ്പും അപ്പം തന്നെ. വേറെ GT20 Pro ഫിനിക്സിന്റെ ഫോണാ. ഗെയിമൊക്കെ കളിക്കാൻ അങ്ങനത്തെ ഫോണൊക്കെ സീനാ. റിലേറ്റബിളാ, എന്നാ ചെയ്യാനാ. ബുക്ക് സ്റ്റൈല് കരിങ്കാളിയല്ലേ കൊടുങ്ങ്. ഇതൊന്നും ചെയ്യാൻ അപരാധം, കരയപരാധം. അടിക്ക്, അവന്റെ കോണം അടിച്ച് പൊട്ടിക്കും മയില്. വീഡിയോ ഒന്നും ഒരു സുഖമില്ലല്ലോ. ശരി, ബൈ.